2-3 യുവജനങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ, അല്ലെങ്കിൽ റെഡിറ്റ് പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ എപ്പോഴും ചർച്ചയാവുന്ന വിഷയങ്ങൾ. അങ്ങനെ ഒരു മിഡിൽ ക്ലാസ് സമൂഹത്തെ ഏറ്റവും അധികം ബാധിക്കുന്ന വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന നേതാക്കൾ വളരെ കുറവാണ്. പക്ഷെ അത്തരം വിഷയങ്ങൾ പാർലമെന്റിൽ സംസാരിക്കാൻ തിരഞ്ഞെടുത്തതാണ് രാഘവ് ചദ്ദ എന്ന ഏറ്റവും പ്രായം കുറഞ്ഞ രാജ്യസഭാ MP ഇത്രയധികം ജനപ്രിയനാക്കിയത്. പ്രശസ്ത ബോളിവുഡ് ആക്ട്രസ് പരിണീതി ചോപ്രയുടെ ഭർത്താവ് എന്ന നിലയിൽ രാഘവ് ചദ്ദ അറിയപ്പെട്ടിരുന്നു. ദേശീയ ടെലിവിഷനിൽ ആം ആദ്മി പാർട്ടിയുടെ മുഖമായി രാഘവ് ചദ്ദ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. പക്ഷെ അടുത്തിടെയാണ് ജീവിത നിലവാര പ്രശ്നങ്ങൾ ഏറ്റെടുത്തതിലൂടെ രാഘവ് ചദ്ദ ജനപ്രിയനായത്. ഉദാഹരണത്തിന് നമ്മൾ എപ്പോഴും ചെയ്യുന്ന മൊബൈൽ റീചാർജിന്റെ കാര്യം തന്നെ നോക്കിയാൽ മതി. മൊബൈൽ കമ്പനികൾ നമുക്ക് നൽകുന്നത് 28 ദിവസത്തെ വാലിഡിറ്റി കാലയളവുകളായതുകൊണ്ട് വർഷത്തിൽ 12 തവണയ്ക്ക് പകരം 13 തവണ റീചാർജ് ചെയ്യാൻ നമ്മൾ നിർബന്ധിതരാവുകയാണ്. അതേപോലെ ഒരു മൊബൈൽ റീചാർജ് കാലഹരണപ്പെട്ടാൽ ഇൻകമിംഗ് കോളുകൾ പോലും തടയുന്ന ടെലികോം അഴിമതിയെ അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ആരോഗ്യത്തിന്റെ ലേബലിൽ വിറ്റുപോകുന്ന പാക്ക് ചെയ്ത ഫ്രൂട്ട് ജ്യൂസുകളിൽ കൂടുതലും പഞ്ചസാര സിറപ്പാണെന്നും തെറ്റിദ്ധരിപ്പിക്കുന്ന ബ്രാൻഡിങ്ങിനെതിരെ കർശനമായ നിയമങ്ങൾ കൊണ്ടുവരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. 10 മിനിറ്റ് ഡെലിവറി മോഡലിന്റെ പ്രശ്നങ്ങൾ തുറന്നുകാട്ടി ക്വിക്ക് കൊമേഴ്സ് ഡെലിവറി സംവിധാനം പരിഷ്കരിക്കാൻ അദ്ദേഹം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. വിമാനത്താവളങ്ങളിലെ 350 രൂപയ്ക്ക് സമൂസയും 150 രൂപയ്ക്ക് ചായയും കൊടുക്കുന്ന കൊള്ളയെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. ആഴ്ചകൾക്കുള്ളിൽ 17 വിമാനത്താവളങ്ങളിൽ 20 രൂപയ്ക്ക് സമൂസയും 10 രൂപയ്ക്ക് ചായയും നൽകുന്ന ഉടൻ യാത്രി കഫേകൾ തുറന്നു. കൂടാതെ അച്ഛനാകുന്നവർക്ക് ഭാര്യയും കുഞ്ഞിനെയും പരിചരിക്കാനുള്ള അവധി, നഗരങ്ങളിലെ ഗതാഗതക്കുരുക്ക്, വിമാന കമ്പനികൾ അധിക ബാഗേജിന് ഈടാക്കുന്ന ഉയർന്ന ഫീസ്, മിനിമം ബാലൻസ് ഇല്ലാത്തതിന് ബാങ്കുകൾ ഈടാക്കുന്ന പിഴ, ഇങ്ങനെ രാജ്യസഭയിൽ ഉപഭോക്തൃ താല്പര്യമുള്ള വിഷയങ്ങളെക്കുറിച്ചെല്ലാം അദ്ദേഹം സംസാരിച്ചു. അത് സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ജനങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ എത്തിച്ചേരുകയും ചെയ്തു. ഇതിന്റെ ഫലമായി രാഘവ് ചദ്ദയുടെ ജനപ്രീതി വർദ്ധിക്കുകയും അനുയായികൾ കൂടുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് രാജ്യസഭാ ഡെപ്യൂട്ടി ലീഡർ സ്ഥാനത്ത് നിന്നും ആം ആദ്മി പാർട്ടി രാഘവ് ചദ്ദയെ നീക്കം ചെയ്തത്. 2012 മുതൽ ആം ആദ്മി പാർട്ടിയിൽ സജീവമായുള്ള നേതാവാണ് രാഘവ്. ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ അടക്കം അദ്ദേഹം പ്രധാന പങ്കുവഹിച്ചിരുന്നു. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ചാർട്ടേഡ് അക്കൗണ്ടന്റായ രാഘവ് ആം ആദ്മിയുടെ ദേശീയ വക്താവായി TV ചർച്ചകളിലടക്കം തിളങ്ങി. 2015 ഡൽഹിയിൽ ആം ആദ്മി അധികാരത്തിലെത്തിയതിന് പിന്നാലെ 26-കാരനായിരുന്ന രാഘവ് ചദ്ദയെ പാർട്ടിയുടെ ദേശീയ ട്രഷററായി നിയമിച്ചു. 2019 സൗത്ത് ഡൽഹിയിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. 2020 പാർട്ടി അദ്ദേഹത്തിന് പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചുമതല നൽകി. തുടർന്ന് പഞ്ചാബിൽ 92 സീറ്റ് നേടി ആം ആദ്മി അധികാരം പിടിക്കുന്നതിൽ അദ്ദേഹം വലിയ പങ്കുവഹിച്ചു. 2020 ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രജീന്ദ്ര നഗർ മണ്ഡലത്തിൽ നിന്ന് രാഘവ് ചദ്ദ തെരഞ്ഞെടുക്കപ്പെട്ടു. 2022 പഞ്ചാബിൽ നിന്ന് അദ്ദേഹം രാജ്യസഭാംഗമായി. അങ്ങനെയുള്ള രാഘവ് ചദ്ദയാണ് വളരെ അപ്രതീക്ഷിതമായി ഡെപ്യൂട്ടി ലീഡർ സ്ഥാനത്ത് നിന്നും നീക്കിയത്. ഇതിനെതിരെ നിശബ്ദനാക്കാം, പക്ഷെ തോൽപ്പിക്കാനാകില്ല എന്ന് അദ്ദേഹം സമൂഹ മാധ്യമങ്ങളോട് മറുപടിയും കൊടുത്തു. പാർട്ടിയുടെ രാഷ്ട്രീയത്തിന്റെയും താല്പര്യങ്ങളുടെയും കാതലായ വിഷയങ്ങളിൽ അദ്ദേഹം അത്ര ശക്തമായി പ്രതികരിച്ചിട്ടില്ലെന്നും അതായിരിക്കാം ഈ സ്ഥാനമാറ്റത്തിന് കാരണമെന്നുമാണ് ചില വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നത്. BJPക്കും മോദിക്കുമെതിരെ ശബ്ദമുയർത്താൻ രാഘവ് ചദ്ദ ഭയപ്പെടുന്നുവെന്നാണ് AAP നേതാവ് അതിഷി വിമർശിച്ചത്. ആം ആദ്മി പാർട്ടി സ്വന്തം നേതാവായ രാഘവ് ചദ്ദയ്ക്കെതിരെ പൂർണ്ണമായ ആക്രമണം അഴിച്ചുവിടുമ്പോൾ BJP നേതാക്കൾ പിന്തുണയുമായി എത്തുന്നുണ്ട്. ആം ആദ്മി പാർട്ടിയിൽ നിന്നുള്ള തിരിച്ചടികൾ നേരിട്ട ചദ്ദ BJPയിൽ ചേർന്നേക്കുമെന്ന് ആളുകൾ ഊഹാപോഹങ്ങൾ പരത്തുന്നുണ്ട്. എന്നാലും ഇതെല്ലാം വെറും കിംവദന്തികളാണെന്നും എവിടെയും ഒരു അതൃപ്തിയും തോന്നിയിട്ടില്ലെന്നും അദ്ദേഹത്തിന് പകരമായ രാജ്യസഭയിലെത്തിയ AAPയുടെ അശോക് മിത്തൽ പറയുന്നു.